ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ മിസ്ലീഡിംഗ് കണ്ടന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുറെ പേരുടെ വീഡിയോസ് എല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വീഡിയോ ഒന്നാകും, എന്നാൽ ടൈറ്റിൽ വീഡിയോയുമായി മാച്ച് ഉണ്ടാകില്ല. അതുപോലെ കൊടുത്തിരിക്കുന്ന തംബ്നെയിൽ ഇവ വീഡിയോയുമായി മാച്ച് ഉണ്ടാകില്ല. വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ടാഗ്സും വീഡിയോസുമായി ഒരു മാച്ചും ഉണ്ടാകില്ല. ഉദാഹരണമായി ഒരു റെസിപ്പി വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്ത് അതിൽ ട്രെൻഡിങ് ആയ പുതിയ ടെക് ടാഗ്സ് എല്ലാം നൽകുന്നത്. ഇനി ഡിസ്ക്രിപ്ഷൻ എല്ലാം നോക്കിയാൽ 100 അല്ലെങ്കിൽ 200 ടാഗ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹാഷ് ടാഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഹാഷ്ടാഗ് എല്ലാം കൊടുക്കുന്നത് യൂട്യൂബ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. യൂട്യൂബ് പോളിസിയിൽ പറയുന്നത് 60 ടാഗ്സ് വരെയെല്ലാം മാക്സിമം നമുക്കൊരു വീഡിയോക്ക് കൊടുക്കാം എന്നാണ്. എന്നാൽ നമ്മൾ സാധാരണ വീഡിയോക്ക് ഒരു 15 ടാഗ്സ് എല്ലാം കൊടുക്കുന്നതാണ് നല്ലത്. 60 ടാഗ്സിൽ കൂടുതലെല്ലാം കൊടുക്കുന്നത് മിസ്ലീഡിംഗ് ആകും. ഇങ്ങനെ കണക്ഷൻ ഇല്ലാത്ത ഒരുപാട് ടാഗ്സ് എല്ലാം നൽകുന്നത് തന്നെ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതായി തീരും. ഇനി ക്ലിക്ക് ബൈറ്റ് തംബ്നെയിൽ എല്ലാം കൊടുക്കുന്നത്, ക്ലിക്ക് ബൈറ്റ് തംബ്നെയിൽ എല്ലാം കൊടുക്കാം, എന്നാൽ നമ്മുടെ വീഡിയോയുമായി ഇത് മാച്ച് ആയിരിക്കണം. വീഡിയോ കണ്ടന്റ് ഒന്നും അതുപോലെ നമ്മുടെ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന കാര്യം മറ്റൊന്നും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത് കാണുന്നവർക്ക് നിങ്ങളുടെ ചാനലിനോടുള്ള താല്പര്യം നഷ്ടമാക്കും. അതിൽ കൂടുതലായി മിസ്ലീഡിംഗ് കണ്ടന്റ് എല്ലാം നിങ്ങൾ നൽകുകയാണെങ്കിൽ അത് നിങ്ങളുടെ ചാനൽ ഗ്രോത്ത് നഷ്ടപ്പെടുത്തുകയും ചാനലിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എല്ലാം വരാൻ കാരണമാവുകയും ചെയ്യും. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിന് മോണിറ്റൈസേഷൻ ഒന്നും ലഭിക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾ എന്ത് വീഡിയോ ആണോ ചെയ്യുന്നത് ആ വീഡിയോയുമായി ബന്ധപ്പെട്ട ടാഗ്, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ, അതുപോലെ തംബ്നെയിൽസ് എല്ലാം കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്